ഇൻസ്റ്റയിൽ ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന റേഷനരി വെച്ചുള്ള ലഡുവാണ് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. വാ കാണിച്ചു തരാം. ഇതാ അവരെ എടുത്തോളൂ. അവര് ഓടുന്ന അഭിനയിക്കുന്ന അവിടെ ആദ്യമേ ഇതെന്താ എവിടെയാണ് വിളിച്ചു പോകുന്നത്? എവിടെ പോകുന്നു? ക്യാമറ ഫ്രണ്ട് വരത്തില്ല, വീഡിയോക്കൊന്നുമില്ല. ഇതെന്താ അതിന് ജാറിന് നമ്മള് കഴുകിയ റേഷനരി ഇടുക. ഓക്കെ, നമുക്കൊന്ന് അടിച്ചെടുക്കുക, അരച്ചെടുക്കുക. അടുക്കളയിലോട്ട് ഇത് അഞ്ജലിയുടെ എവിടെ ആട്ടോ, അതുകൊണ്ട് എനിക്ക് തന്നെ അറിയത്തില്ല. കറണ്ട് പോയി, കാരണം ഈ അടുക്കള അവിടെ കേറിട്ടില്ല, അതുകൊണ്ട് കറണ്ട് ഒരു ഇഷ്ടമല്ല. ഇത് ഫ്ലാഷ് കറണ്ട് ഇല്ലാതെ മിക്സി കൊണ്ട് വെച്ചേക്കുന്നു മണ്ടോത്തി. അതെ, കറണ്ട് ഇല്ലടി, കറണ്ട് ഇല്ലാതെ വെക്കും. സൂപ്പർടാ വീഡിയോ മാൻ. വീഡിയോയുടെ പിന്നിലെ ചാരൻ. വെള്ളം വേണ്ട, വെള്ളം വെള്ളത്തിൽ അടിച്ചാൽ മതി. ഇതല്ല പരുവം, കുറച്ച് കഴിയണം. മാവ് ഇച്ചിരി വെള്ളം കൂടി പോയിട്ടോ ഉണ്ടാക്കിയപ്പം. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് എന്തോരാ, ഇതാണ് അടുത്ത് ഇടാൻ പോകുന്നത്. പേര് പറഞ്ഞു, തേങ്ങയാണ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് സംഭവമേ ഇത് ഇങ്ങനെയല്ല ഇരിക്കേണ്ട. ഞാൻ ചെയ്തപ്പം ഇവള് ചെയ്തപ്പോഴത്തേക്കും വെള്ളം കൂട്ടി വെച്ച്. ഞാൻ പറഞ്ഞു കൊടുത്ത്, ഞാൻ മണ്ടോത്തേക്ക് അറിയത്തില്ല. കുഴപ്പമില്ല, ഇതിപ്പോൾ ശരിയായി വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. തേങ്ങ ഇട്. നെയ്യ് ഇപ്പം ഒഴിച്ചോട്ടെ. എൻ്റെ നെയ്യ് ഒഴിച്ചേ. നെയ്യ് ഒഴിച്ചാണ് കേട്ടോ ഇതിങ്ങനെ വഴറ്റിയെടുക്കുന്നത്. എനിക്കിതെങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് നിങ്ങളെല്ലാം ക്ഷമിക്കുക. നോർമലി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അരി എടുത്ത് വെള്ളത്തിൽ ഇട്ടൊന്ന് കുതിർത്തെടുക്കുക, റേഷൻ അരി. എന്നിട്ട് അതെടുത്ത് നേരെ മിക്സിക്കകത്തിട്ടൊന്ന് അടിക്കുക. ഈ മിക്സിക്കകത്തിട്ട് അടിക്കുമ്പം വെള്ളം ചേർക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞ് വന്നാൽ മതി. ആ പൊടിയോടെ തന്നെ ഇതിനകത്തിട്ടൊന്ന് വറുത്തെടുക്കണമായിരുന്നു. നമുക്ക് പറ്റിയ അബദ്ധം എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ചേർത്തു, അതുകൊണ്ട് ഈ കട്ടിയായിട്ട് എടുക്കുന്നത്. എന്നിട്ട് പൊടിയോട് വറക്കാൻ നെയ്യ് ഉപയോഗിച്ച് വറുക്കുക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ആണെങ്കിൽ ഇതുപോലെ ഈ തേങ്ങയ്ക്കകത്തും കുറച്ച് നെയ്യ് ചേർത്തിട്ട് ഇടാം കേട്ടോ. നെയ്യ് കുറച്ചുകൂടെ വേണ്ടവർക്കാണെങ്കിൽ ഇത് ചില തേങ്ങ ഇടുക. അതുകൊണ്ടാണ് കണ്ടത് ആ വീഡിയോ ഇൻസ്റ്റയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. ലാസ്റ്റ് എന്താവും നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ തന്നെ ഏലക്ക ഇടാണ്ട് കേട്ടോ. അല്ലെങ്കിൽ പൊട്ടിച്ചിട്ട് പാചക റാണി. അവരെന്ത് ചെയ്യേ, നീ ഇത് പൊട്ടിച്ചിടേ. എന്തോ ലഡുവിനെ റെഡിയാന്നോ? ഇപ്പൊ റെഡിയാവും. ചതച്ചിടണം. എന്തായി തീരുന്നു. അമ്മമ്മ കണ്ടുപിടിക്കാനായിട്ട് വന്ന കേട്ടോ. സുഹൃത്തെ ഒന്ന് ഇടാവോ? ഉണ്ടോ കേട്ടോ. ഈ ലഡുവിന്റെ പ്രത്യേകത വെച്ചാല് ഇത് ഉണ്ടാക്കിയപ്പോൾ പറയാം. ഇതിനകത്ത് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇവളുടെ കേട്ടോ ഐഡിയ. നമുക്ക് ഉണ്ടാക്കാൻ അറിയാവോ, അതിനെ ഉണ്ടാക്കാൻ അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കട്ടെ. പറയാത്ത എന്താ, ഇയാളെന്താ സ്വന്തമായിട്ടെല്ലാം ചെയ്യുന്നേ? ഇപ്പഴല്ല മഞ്ഞപ്പൊടി ഇടണ്ടേ? അല്ല, ഉറപ്പാണോ? കണ്ട ഇതിനകത്ത് ഇടുമ്പോഴാ ചേച്ചി മഞ്ഞപ്പൊടി ഇടുന്നേ. നോക്കണം നോക്കണേ. വറക്കുമ്പോ മഞ്ഞപ്പൊടി എവിടെ ഇടുന്നെന്ന് കാണിച്ചു തരണേ. ആണോ? ഓക്കെ, സോറി, ഐ മിസ്റ്റേക്ക്. ഒരുവിധം ഫ്ലോപ്പായെന്നൊരു തോന്നലുണ്ട്.
നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടായിരിക്കും ഫ്ലോപ്പായെന്ന് എനിക്ക് സംശയം. നമ്മൾ ഇട്ട് പക്ഷെ ഞങ്ങള് ശരിയാക്കി എടുക്കും അല്ലേ? ശരിയാക്കി എടുക്കില്ലേ ഗൈസ്? നമ്മള് ലഡു എന്നൊക്കെ പറഞ്ഞ സംഭവം ആയിട്ടുണ്ട്. തിന്നക്കടാ സംഭവം ലഡു അല്ലേ? ലഡുവല്ല, ഇതിപ്പോ ഞങ്ങൾ ശരിയാക്കി എടുക്കും. സംഭവം മാവില് പഞ്ചസാര ഇട്ടല്ലേ? വാരത്തിന്റെ നല്ല രസമുണ്ട് ഗൈസ്. ഗൈസ് ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്, കൂടാതെ സിസ്റ്റേഴ്സ് ഡേയും കൂടെ ആണ് അല്ലേ? വായി വരുന്നില്ല. അപ്പൊ ഹാപ്പി സിസ്റ്റേഴ്സ് ഡേ ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ഡേ. ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. സിസ്റ്റേഴ്സ് ഇല്ല കേട്ടോ. ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ ആൻഡ് സിസ്റ്റേഴ്സ് ഡേ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണ്ട കേട്ടോ. ഓക്കെ, ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ ആൻഡ് സിസ്റ്റേഴ്സ് ഡേ. എന്റെ എല്ലാ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും മുതിർന്നവർക്കും ഇളയവർക്കും എല്ലാവർക്കും എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, നമുക്ക് ബാക്കി പാചകത്തിലോട്ട് പോവാം. ബാക്കി നിന്റെ ലഡു നിന്നിട്ട് വേണം ഈ കല്യാണത്തിന് എന്റെ ലഡു വേണോ അല്ലേ? ഇന്നല്ലാതെ ചെറുക്കനെ പറഞ്ഞോട്ട് നെയ്യ് മേടിപ്പിച്ച് നെയ്യ് മേടിച്ചോണ്ട് വന്ന് രണ്ടാമതായിട്ട് വറുക്കുക. ഇത് സംഭവം എന്ന് അറിയോ? ഇത് ആദ്യമേ ഞങ്ങള് മാവ് അടിച്ചപ്പോ കുറച്ച് വെള്ളം കൂടി പോയി. അപ്പൊ വെള്ളം കുറയ്ക്കാൻ വേണ്ടിട്ട് ചൂടായിക്കൊണ്ടിരിക്കുവോ? അറിയത്തില്ലെന്നും അറിയത്തില്ല. എന്നിട്ട് ഓരോന്നിനും അതിനെ കുറ്റം പറയും. എന്റെ കുഴപ്പമില്ല, അഞ്ജലിയുടെ കുഴപ്പം പാത്രത്തിന്റെയും കുഴപ്പം. ഗ്യാസ് തീർന്നേ. അഞ്ജലിയുടെ വീട്ടിൽ ഈ മാസം ഗ്യാസ് ഇന്നത്തോടെ തീരും. എന്റെ വക സ്പോൺസർ ലഡു ഉണ്ടാക്കി തീർന്നു. ഗ്യാസ് തീർന്നു. ലഡു ഉണ്ടാക്കി ഇന്ന് മഞ്ഞ കളർ മാറി കറുത്ത കളറാവും കേട്ടോ. എടി ഒത്തിരി ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത്ര മതി. പച്ചമാവ് നമുക്ക് ഒരു മണ്ടത്തരം പറ്റി മാവ് വെള്ളത്തിൽ കുതിർത്ത് ഒരുപാട് പുട്ടായി. പുട്ടായ ലഡു മധുരം പോയി വറുത്തപ്പോ. അല്ലല്ല, എല്ലാത്തിലും ഞങ്ങൾ മധുരമായിട്ട് അടിക്കുന്നേ ഉള്ളായിരുന്നു, മധുരമായിട്ട് അടിച്ചില്ല. അച്ഛനും അമ്മയും വരുമ്പോ ലഡു പുട്ടെന്ന് പറയും. ഇപ്പൊ പുട്ടിലിടും. നീയിപ്പൊ കടലൊക്കെ ഇട്ട കറി ഉണ്ടാക്കും അഞ്ജലി. ഇപ്പൊ പുട്ടിയില്ല, മഞ്ഞപ്പുട്ട്. ഇത് ഉറപ്പായിട്ട് ലഡു ആക്കി നിങ്ങളെ മുമ്പിൽ ഞാൻ കാണിച്ചു തന്നിരിക്കും, ഞാനും അവളും. അതെ, ഞാൻ 5 മിനിറ്റ് കൂടെ ഇവിടെ വെക്കത്തോളൂ. ലഡു ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്താ. ഒരു കൊച്ചു കട്ടപ്പുറത്ത് കയറി പോലെ അവളെ നമുക്ക് അവളെ തഴമ്പായി കാണിച്ച വീട്ടില്. അടിക്കട്ടോ? അടിച്ചിട്ട് വരാം ഗൈസ്. ഇതിനകത്ത് പഞ്ചസാര ഇട്ട് അടിക്കണം കേട്ടോ. ഒന്നുകൂടെ പഞ്ചസാര ഇട്ട് മിക്സ് ഇട്ട് ഒന്നുകൂടെ അടിക്കണം. ഓക്കെ, ശരി. രണ്ടുപേരെയും ഓക്കെ, എല്ലാം അറിയാന്നാട്ടോ പറയുന്നേ. അതെ, അടപ്പറിയത്തില്ല. അടപ്പ്. ഓക്കെ, ചിരട്ട എടുത്താൽ അടച്ചേനെ. അരയ്ക്കാൻ പോവാ. കണ്ടോ? കുറച്ചെങ്കിലും വലിയവര് പറഞ്ഞ് കേക്കണം കേട്ടോ. വലിയരെ കാണിച്ചു കൊടുക്കാം. അതെന്താണെന്നറിയോ? പൊന്നെ, നീ ഒന്ന് വെപ്രാളപ്പെടാതെ. അതൊക്കെ പറഞ്ഞ മനസ്സിലായി. വിശക്കുന്ന എനിക്ക് പെണ്ണിന്റെ കടിച്ചാൽ ഞാൻ മുളകായി മാറും. കളഞ്ഞു ഗൈസ്. കളിക്കാതെ എന്റെ പേര് കുരുത്തക്കേട്. ഞാൻ പിന്നെ കുത്തിയിരുന്ന് കണ്ടുപിടിക്കേണ്ടി ഇതൊക്കെ ഇവിടെ ചുമ്മാ അടങ്ങിയിരിക്കണേ. അല്ലെങ്കിലോ വീഴുന്നില്ലല്ലോ. വീഴാത്ത വീഴും. എന്താണോ നമുക്കറിയാം കേട്ടോ. എന്റെ പൊന്നെ, ഇതാലോ അയ്യേ, ഇതാണ് എല്ലാവർക്കും കൊടുക്കണ്ടേ? രണ്ടുപേരും ലഡു കാണിക്കും. ഇതാണ് ലഡു, അനന്തുവിന്റെ ലഡു. എല്ലാരും കാണുക, കമന്റ് ചെയ്യും. ഇത്ര ലഡു വരും. ഇത് ചുമ്മാ അടങ്ങിയിരിക്കും. ഇയാൾ ലഡു വേണ്ട. ആര് ലഡു നല്ലത്? ചെറിയ ലഡു മാറി ഇങ്ങോട്ട്. ഗൈസ്, എനിക്ക് ഒരു കുഞ്ഞു ലഡു ഉണ്ടാക്കി തരും ഗൈസ്. ഇത് ലഡു. ഏതാ ഇത് ലഡു? അത് നിങ്ങളുടെ അവിടെ ഞങ്ങള് മണ്ണപ്പത്തെ ലഡു ഇത്രയുണ്ട് കേടാ.
അലമ്പാണിക്കില്ല കേട്ടോ. നീ പട്ട് കാണിക്കലാണെന്ന് പറഞ്ഞോ. പിന്നെ അഞ്ജലി എനിക്കൊരു കുഞ്ഞിലിടുക ഇപ്പൊ തൽക്കാലം തിന്നോണ്ട് പോവാൻ വേണ്ടി മാത്രം. കുഞ്ഞിലട ഉണ്ടായിക്കൊള്ളാം. കുഞ്ഞിലിടം ഉണ്ടാക്കുന്നത് ഇയാളത്തെ ഷോപ്പിടെ കച്ചവടം നടക്കുന്നു. പോടെ ഇറങ്ങി ഇവിടെ ഇരുന്ന് ഉരുട്ടല് കിടക്കുക. എടോ അത് കറക്റ്റാടാ. നീ ലഡുവൊക്കെ എടുത്ത് ചെറുതാക്കുന്നേ. മണ്ട അടിച്ചാൻ പൊട്ടിക്കും കേട്ടാ. ഒരു ലഡുവിനകത്ത് ഒരുപാട് മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പ് തന്നെ അതെടുത്ത് തിന്നാനാ തോന്നുന്നത്. ഒരു കിച്ചന് വേണ്ട ഏറ്റവും വലിയ കാര്യം എന്തുവാ? വൃത്തി. നീ പാസ്സായി. നീ ഇറങ്ങി വേണ്ടി മാറി വൃത്തിയാക്കട്ടെ. അവൻ മിണ്ടായിരിക്കുന്നത്. ഞാൻ പുഴുക്കണ്ടെന്ന് വിചാരിച്ചാണ് ഗൈസ്. ഞാൻ ഇപ്പൊ പോവും. ഇനി പുഴുക്കായില്ല. ഇത് കട്ട് ലൈൻ കട്ട്. എങ്ങനെയുണ്ട്? ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം വൃത്തിയാണ്. ഓക്കെ, ഞങ്ങൾ ഇവിടെ ഒരു ജോലിക്കാരി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ജോലിക്കാരി ജാനു. അതേ നമ്മള് വൃത്തി പഠിക്കുക. തിന്ന മാത്രം ഫുഡ് വളർന്നില്ലെങ്കിൽ പാത്രം കഴിക്കുക. എന്താണ് അഭിപ്രായം? അതെ ഞാൻ കുറെ കഴിയാതെ. കിച്ചൺ നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്. കൊച്ചിനോടറി തിന്നടി. കൊള്ളാം. ജനുവൻ റിവ്യൂ കേൾക്കണമെങ്കിൽ ചെറിയൊരു മാവിന്റെ ശതമാനം ഉണ്ടല്ലേ. കുറച്ചുകൂടെ ഞങ്ങൾക്ക് കുറച്ച് അർത്ഥം പറ്റുമെന്നറിയോ? വെള്ളം ചേർത്ത് ഇച്ചിരി ഓവറായിട്ട്. പക്ഷെ തിന്നാൻ കൊള്ളാം. ഒരു കട്ടി അല്ലേ. ലഡു ഞങ്ങൾ കഴിച്ചു. ഒരുവിധമൊക്കെ തീർത്തു. ഇനി തിന്നാൻ പറ്റത്തില്ല. കാരണം ഞങ്ങൾ ഉദ്ദേശിച്ച അത്രയും അത്രയും ആയില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അടുത്തോട്ട് നമ്മൾ ശരിയാക്കും അല്ലേ? അടുത്തോട്ടം ശരിയാക്കും. ഉറപ്പായിട്ടും അടുത്തോട്ട് ശരിയാക്കും. അപ്പോൾ ഈ ഏട്ടൻ ലഡുവിൻ്റെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. അടുത്ത ലഡുവിൻ്റെ വിശേഷമായിട്ട് അടുത്ത വീഡിയോ കാണാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.